ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൺ സൈഡ് ലവ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അധികം ആർക്കും അറിയാൻ പറ്റാത്ത ഒന്നാണ് ഈ വൺ സൈഡ് ലവ് എന്ന് പറയുന്നത്. വൺ സൈഡ് ലവ് ഒക്കെ ഉള്ളത് ആകെ അറിയുന്നത് അവരുടെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമായിരിക്കും. പ്രണയിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിനെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നില്ലെങ്കിൽ പേടിയാവണം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു വ്യക്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ അവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, അതായത് വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് എങ്ങനെ സക്സസ് ആക്കാം, ഇതിനുള്ള ഒരു 5 ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ മാക്സിമം അവരോട് ഏറ്റവും നന്നായിട്ട് തന്നെ പെരുമാറാൻ ശ്രമിക്കുക. ലൈഫ് ലോങ് അവർ അത് ഓർത്ത് വെക്കും. മറിച്ച് ഒരാളെ കാണുമ്പോൾ വളരെ മോശമായിട്ടുള്ള വർത്തമാനമൊക്കെ പറയുകയും അവരെ മാക്സിമം അങ്ങോട്ട് വെറുപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്താഗതി, അതായത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ വരെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നല്ല ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തോരം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രയും ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഒരു ഇംപ്രഷൻ അവരോട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഒരാളെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യണം എന്ന് തോന്നലുമുണ്ടായി. പക്ഷേ നിങ്ങൾ നേരിട്ട് ആദ്യമേ തന്നെ ഒരാളെ കണ്ടിട്ട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എന്നിട്ട് അവരുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുക. നമ്പർ വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഏത് സമയം രാത്രിക്കും പകലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒന്നും ചെയ്തേക്കരുത്. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് അയക്കാം. ആ ഒരു സൗഹൃദം അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് അതൊരു പ്രണയമാക്കി മാറ്റണം. അതായത് നിങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലെത്തി, അതിനുശേഷം വേണം നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരാളെ ആദ്യമായിട്ട് കണ്ടിട്ട് ഉടൻ തന്നെ ഓടിച്ചെന്ന് പ്രപ്പോസ് ചെയ്യുന്നതിലും നല്ലത് മാക്സിമം അവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കി നല്ല ഫ്രണ്ട്സ് ആയതിനു ശേഷം അവരുടെ മനസ്സും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അവരെ പ്രപ്പോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് ആളുകളും അത് അക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക എന്നതാണ്. അതായത് ബി യുവർ സെൽഫ്. ആദ്യം പെരുമാറുന്നത് പോലെ തന്നെയാവണം നിങ്ങൾ എപ്പോഴും അവരോട് പെരുമാറേണ്ടത്. അതായത് ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൂളായിട്ട് നല്ല കാമായിട്ട് നിങ്ങൾ സംസാരിച്ചു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ ആകെ ദേഷ്യപ്പെടുകയും അവരെ ചീത്ത പറയുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് ദേഷ്യമാണ് നിങ്ങളുടെ സ്വഭാവം, അത് നിങ്ങൾ പുറത്ത് കാണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൂളാണെങ്കിൽ നിങ്ങൾ ആ രീതി കാണിക്കുക. അല്ലാതെ ആർക്ക് വേണ്ടിയിട്ടും അങ്ങനെ അഭിനയിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുക. ആർക്കും ഒരുപാട് നാൾ അങ്ങോട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ ഒരുപാട് നാൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ക്യാരക്ടർ എന്താണോ അത് നിങ്ങൾ അവരെ കാണിക്കുക. അവർക്ക് പറ്റുമെങ്കിൽ അവരെ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് കുറേ നാളിങ്ങനെ അഭിനയിക്കുകയാണ്. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നല്ലേ. ഒരു ദിവസം നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ പുറത്ത് വരികയും അങ്ങനെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പോ വഴക്കൊക്കെ ഇടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കറക്റ്റ് ക്യാരക്ടർ എന്താണോ അത് തന്നെ അവരെ കാണിച്ച് മുമ്പോട്ട് പോവുക. അല്ലാതെ ആർക്ക് വേണ്ടി നിങ്ങൾ അഭിനയിക്കാനൊന്നും നിൽക്കരുത്. ബി യുവർ സെൽഫ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തോന്നും നിങ്ങൾ എല്ലാം അവരോട് തുറന്നു പറയുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ആവാം. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ലവ് സക്സസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് അവരുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. വിശ്വാസമുള്ള ഒരാളോടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറയുക.
നിങ്ങൾക്ക് അവരോട് ആ ഒരു വിശ്വാസം ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊരു സ്നേഹമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് സക്സസ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അവരോട് സൗഹൃദം കാണിക്കുക, നിങ്ങൾ കൂട്ടാവുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് ഓപ്പൺ ആയിട്ട് പറയുക. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഇഷ്ടം കൂടുകയും നിങ്ങളുടെ ആ ഒരു ലവ് എന്ന് പറയുന്നത് സക്സസ് ആകുകയും ചെയ്യും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഈ ഒരു കാര്യമാണ്. വേറെയൊന്നുമല്ല, ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ മാക്സിമം അവരുടെ കണ്ണിൽ മാത്രം നോക്കി സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ അവരുടെ ശരീരം മുഴുവൻ നോക്കുന്നു, അവരുടെ ഡ്രസ്സിലേക്ക് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആകെ ഒരു ഇറിറ്റേഷൻ തോന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പെൺകുട്ടീനെ ആദ്യമായി കണ്ട് അവരോട് സംസാരിക്കുമ്പോൾ മാക്സിമം എപ്പോഴും അവരുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയം നിങ്ങൾ മാക്സിമം നല്ല വേർഡ്സ് തന്നെ യൂസ് ചെയ്യുക. ഈ ചീത്ത സംസാരങ്ങളും അതായത് ചീത്ത വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ തലയിൽ ചൊറിയുക, നഖം കടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ അവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് സംസാരിക്കാൻ ശ്രമിക്കണം. മാക്സിമം കണ്ണിൽ തന്നെ നോക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു വൺ സൈഡ് ലവ് എന്ന് പറയുന്നത് സക്സസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 5 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇൻ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.